ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ രീതിയിൽ മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചീരത്തൈയാണ്. ഹായ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മുടെ ചീര വിത്ത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ പാകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു ടിന്നിലേക്ക് പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട്. മണ്ണും കോഴിവളമാണ് ഞാൻ നിറച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ചകിരിച്ചോറും ചാണാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം മണലാണ്. മണൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചീരവിത്ത് പാകുന്ന സമയത്ത് അത് ഉറുമ്പുകളൊന്നും കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മളിതാ ഒരു നുള്ള ചീരവിത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ചീരവിത്ത് നല്ല അകലത്തില് ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ചീരവിത്ത് പാകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുളയ്ക്കുന്നത് വരെ തണലത്ത് സൂക്ഷിക്കുക. മുളച്ച് വന്നു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് നീക്കി വെക്കണം. ഇതിൽ വെള്ളം നമ്മൾ കുത്തി ഒഴിച്ച് വിടരുത്. വെള്ളം സ്പ്രേ ചെയ്യുകയേ ചെയ്യാവുള്ളൂ. കുത്തി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരവിത്തെല്ലാം അടിയിലേക്കായി പോകും. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ രീതിയിൽ മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചീരത്തൈയാണ്. ഇത് വലുതായി കഴിയുമ്പോൾ നമ്മൾ പറിച്ചു നടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.